ഇനി ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ കാര്യമല്ല വലിയ കാര്യമായിട്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലേ? ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കണം, വായ തുറന്ന് സംസാരിക്കണം. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പറയുമോ? നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എത്രയോ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതെനിക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നു. ശരി, അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. റിയലി ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, പക്ഷേ നമ്മളോട് സംസാരിക്കുമ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അതായത് ഞാനിപ്പോൾ എങ്ങനെ സാറിനോട് സംസാരിക്കുക, അപ്പോൾ എന്നെ എനിക്കതൊരു മോശമായിട്ട് തോന്നുന്നു. എന്ത് മോശം? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റിയിട്ടില്ല എങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ലെറ്റ് മീ ടെൽ യു. ഇപ്പോൾ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ലീവ് ചെയ്തോളൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ജാസിമാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ജാസിം ഈസ് മൈ ഫ്രണ്ട്, നോ പ്രോബ്ലം. നമ്മൾ ഫ്രണ്ട്സിനോട് എന്ത് പറഞ്ഞാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മുടെ ഇംഗ്ലീഷ് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കൺഫ്യൂഷൻസ് നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് മാറ്റുകയാണ് വേണ്ടത്. അതിന് പറ്റിയ ഒരു സുഹൃത്തിനെയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനും നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയല്ല ഞാൻ പറയുന്നത്. അതിന് വേണ്ട സുഹൃത്തുക്കളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ സുഹൃത്തുക്കളാണ് ഇംഗ്ലീഷ് ഗ്രൂപ്പിലുള്ളത്. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഇവിടെ നമുക്ക് ഒരു ടീം എഫേർട്ട് തന്നെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? ജാസിമാണ് എന്നെ പഠിപ്പിക്കുന്നത്, സോ നോ പ്രോബ്ലം. ഓക്കെ, പേഴ്സണൽ ട്രെയിനേഴ്സ് എനിക്കുണ്ട്, അവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ റസീന മാം ആയിക്കോട്ടെ, അരുൺ സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീക്ക സാർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ആരാണോ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറായിട്ട് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അവരോട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, നോ പ്രോബ്ലം. ഇനി അത്തരത്തിലുള്ള മടി ഞാൻ കാണിക്കില്ല. ഈ മടി എന്ന് പറയുന്നത് ലേസിനെസ് അല്ല കേട്ടോ, ഷൈനെസ്. ഓക്കെ, നമ്മളിങ്ങനെ ഈ ഒരു മടി ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. അതിനുശേഷം മാത്രം നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ പറയുന്നത്. നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ അല്ലേ? ഇനിയോ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, 15 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് മതി. പക്ഷേ ആ 15 മിനിറ്റ്സ് എല്ലാ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറോട് പറയാം. ഓക്കെ, അതായത് എനിക്ക് ഇന്ന സമയത്താണ് എനിക്ക് ഫ്രീ ആവാൻ പറ്റുന്നത്, ആ സമയത്ത് ഞാൻ വരും. ഓക്കെ, ഫൈൻ, ഡൺ. ആ സമയത്ത് എന്നല്ല, നമുക്ക് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കൂടെ അവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയം അതിൽ ഏത് സമയമാണോ നിങ്ങൾക്ക് 15 മിനിറ്റ്സിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾ വരൂ. ഓക്കെ, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് റിപ്ലൈ കിട്ടുമല്ലോ. അപ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് ഇരിക്കുന്നു, ഡൺ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു എങ്കിൽ മാത്രം അടുത്ത ലെസണിലേക്ക് പോയാൽ മതി. ഓക്കെ, പ്രോമിസ്, ഡൺ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ജാസിമാണ് എന്നെ പഠിപ്പിക്കുന്നത്, പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ്, സോ നോ പ്രോബ്ലം. ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നെഞ്ചിലൊന്ന് കൈ വെച്ചിട്ട് പറഞ്ഞേ, ഇനി മുതൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, എന്നെ കൊണ്ടിത് സാധിക്കും. എനിക്ക് പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയും മതി. ഇനി ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നു, നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരവും ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരവും ഇനി അടുത്ത ദിവസങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തായാലും പോകണം, അതെനിക്ക് നിങ്ങൾ വാക്ക് തരണം. എന്നിട്ട് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.